ജന്മാദ്യസ്യേതോന്യയാതിതരതച്ചാർത്തേഷഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയെ മുഹ്യന്തി യത്സൂരയ തേജോവാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മുഷാ ധാവനാസേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സഹകരിച്ചവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിലെ തൃതീയ സ്കന്ധം 7-ാം അധ്യായം 17 ശ്ലോകം വരെയാണ് പറഞ്ഞു വെച്ചത്. അതായത് എച്ച മൂഢതമോ ലോകേ എച്ച ബുദ്ധേ പരംഗത താ ഉപോ സുഖമേതേതേ ക്ലിശ്യത്യന്തരിതോ ജന. ക്ലിശ്യതി പ്ലസ് അന്തരിത ക്ലിശ്യത്യന്തരിതോ. ക്ലിശ്യതി ക്ലേശിക്കുന്നു. ആരാണ് ക്ലേശിക്കണത്? ഇടയിൽ നിൽക്കണ നമ്മളെപ്പോലെയുള്ളവർ. ഒന്നും അറിയാത്തവർക്ക് ഒരു ദുഃഖമില്ല. എല്ലാം അറിയണവർ ജ്ഞാനികൾക്ക് ദുഃഖം ഉണ്ടാവുമോ? അപ്പം അതെന്താണ്? ഏത് സന്ദർഭത്തിലാണ് പറയണത്? ഭഗവാൻ ഈ സൃഷ്ടിയാദി വ്യാപാരങ്ങൾ എന്ന വലിയ പ്രക്രിയ, വലിയൊരു സംഭവമാണത്, എന്തിനു ചെയ്തു എന്നാണ് വിതുരൻ്റെ സംശയം. എങ്ങനെ ചെയ്യുന്നു, എന്തിനു ചെയ്തു, ഇതൊക്കെ ഇല്ലെങ്കിലും ഇപ്പോൾ ഭഗവാന് എന്തുണ്ടെങ്കിലും എന്തില്ലെങ്കിലും ഒരു വിഷമമില്ല. നമ്മളെപ്പോലെ ചിലത് ഒക്കെ ഉണ്ടെങ്കിലേ സുഖമുള്ളൂ എന്നുള്ള ആളല്ലല്ലോ എന്നാണ് വിതുരൻ്റെ സംശയം. അപ്പോൾ ഇവിടെ ഉത്തരം പറയണത്, എല്ലാ ചോദ്യത്തിനും ഉത്തരം കണ്ടെത്താൻ സാധ്യമല്ലെങ്കിലും ഭക്തന്മാരുടെ കാഴ്ചപ്പാടനുസരിച്ചിട്ടുള്ള ഒരു ഉത്തരമാണ് കൊടുക്കണം. അശേഷ സംക്ലേശ ശമം വിധത്തെ ഗുണാനുവാദ ശ്രവണം മുരാരേ. ഭഗവാന്റെ സൃഷ്ടിയാദി ലീലകൾ കേട്ടാൽ നമുക്കൊക്കെ വളരെ സമാധാനമുണ്ട്. ആ പാദപത്മത്തിൽ ഭക്തിയും കൂടിയാണ് ഉണ്ടായാലോ സ്വർണത്തിന് സുഗന്ധമുള്ള പോലെ എന്ന് പറഞ്ഞു. അപ്പോൾ ഭക്തന്മാരെ അനുഗ്രഹിക്കാനാണ് ഭഗവാന്റെ സൃഷ്ടിയാദി ലീലകൾ എന്നാവാം മൈത്രേയ മഹർഷി ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ അങ്ങനെ അങ്ങോട്ട് ആക്കുക. ഇപ്പം എങ്ങനെയാണ് നമുക്ക് തീർച്ച പറയാൻ പറ്റില്ലെങ്കിലും ഒന്നുറപ്പാണല്ലോ, ഭഗവത് ലീലകൾ പറയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു മനസ്സമാധാനം വേറെ എന്തുണ്ടെങ്കിലും കിട്ടുമോ? പരദൂഷണം പറയുമ്പോഴോ ലോകകാര്യങ്ങൾ പറയുമ്പോഴൊക്കെ മനസ്സ് പ്രക്ഷുബ്ധാവുകയുള്ളൂ. ഏതെങ്കിലും ഒരു പക്ഷം ചേർന്ന് നിൽക്കുക മനസ്സ്. ഒക്കെ ദുഃഖവും ആവേശവും ഉദ്വേഗവും ഒക്കെ ഉണ്ടാവും മനസ്സിൽ. ഇത് മാറുമ്പോൾ ശാന്തമായ അവസ്ഥയാണ്. അപ്പോൾ എന്തിന് സൃഷ്ടി നടത്തി എന്ന് ചിന്തിക്കേണ്ട വിതുര. അതെന്തിനോ ആയിക്കോട്ടെ, നമുക്കെങ്ങനെ എടുക്കാം? അതിനെ ചിന്തിക്കുമ്പോൾ സന്തോഷം ഉണ്ടാകുന്ന എടുത്താൽ പോരെ. അതിനാണ് ഭഗവാന്റെ സൃഷ്ടി എന്നങ്ങോട്ട് എടുക്കുക. പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല എന്തിനാന്ന്. ഭഗവാനോട് തന്നെ ചോദിക്കാൻ പറ്റൂലല്ലോ. കാരണം നാരായണീയത്തിൽ 6-ാമത്തെ 7-ാമത്തെ ശ്ലോകത്തിലെ ഫസ്റ്റ് ദശകത്തിൽ ഒരു ശ്ലോകമുണ്ട്. ഫസ്റ്റ് ദശകം: കഷ്ടാതേ സൃഷ്ടിചേഷ്ട ബഹുധരഭവകേതാവക ജീവഭാജാം ഇത്യേവം പൂർവമാലോചിതം. ഈ സൃഷ്ടിയാദി ലീലകളെല്ലാം ജീവന്മാരെ കഷ്ടപ്പെടുത്താനല്ലേ എന്ന് പൂർവമാലോചിത. ഞാൻ മുമ്പ് വിചാരിച്ചു ഭഗവാനെ. നൈവമധ്യാഭിജാനെ, ഇപ്പം ഞാൻ അങ്ങനെ അല്ല വിചാരിക്കുന്നത്. നോചേത് സൃഷ്ടിയില്ലെങ്കിൽ, നൈവമധ്യാഭിജാനെ നോച്ചേത് ജീവാകദംബ, ജീവന്മാരില്ലെങ്കിൽ സൃഷ്ടിയില്ലെങ്കിൽ എങ്ങനെയാണ് പരമാനന്ദത്തിൽ ആറാടുക ഭക്തന്മാരുണ്ടാവില്ലല്ലോ സൃഷ്ടിയില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഭക്താനുഗ്രഹം എന്ന ഒരു കൃത്യത്തിനാവാം ഭഗവാന്റെ സൃഷ്ടി എന്നേ ഭക്തന്മാരുടെ കാഴ്ചപ്പാടിനനുസരിച്ചിട്ട് പറയാൻ സാധിക്കുള്ളൂ. എന്തായാലും എല്ലാം അറിയുന്നവർക്കും ഒന്നും അറിയാത്തവർക്കും സുഖം ഉണ്ടാവും. ഇടയപ്പെട്ടവർക്കാണ് സംശയങ്ങളെന്ന് പറഞ്ഞു. 18-ാമത്തെ ശ്ലോകം: അർത്ഥാഭാവം വിനിശ്ചിത്യ പ്രതീതസ്യാവിനാത്മന താം ചാഭിയുഷ്മച്ചരണ സേവയാകം പരാണുതേ. പ്രതീതസ്യ അഭി ഉണ്ട് എന്നുള്ള തോന്നൽ, പ്രതീതി എന്ന് പറഞ്ഞാൽ തോന്നൽ. ന ആത്മന അർത്ഥഭാവം, ആത്മാവിന് എന്തില്ല? ഈ ലോകത്തിലത്തെ മായ
ബാധിച്ച അവസ്ഥ ഇല്ല, ആത്മാവിനില്ല. അർത്ഥാഭാവം വിനിശ്ചിത്യ, നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. എന്ത്? പ്രതീതസ്യാവി ന ആത്മന, ആത്മാവിന് ഇത് ബാധിക്കില്ല എന്ന് ആണെങ്കിലും പ്രതീതി കൊണ്ട് അങ്ങനെ ഉണ്ട് എന്ന് തെറ്റിദ്ധരിക്കുന്നു. താം ചാപി യുഷ്മച്ചരണസേവയാഗം പരാണുതേ. മായ ബാധിക്കുമ്പോൾ നമുക്ക് ഭ്രമവും സുഖദുഃഖങ്ങളിലുള്ള അലിവ് അതിലുള്ളതായ ബന്ധം ഉണ്ടാവണം. അപ്പം അങ്ങയുടെ കടാക്ഷത്താൽ, മൈത്രേയ മഹർഷിയുടെ ഗുരുവാണ് വിതുരൻ്റെ, പറഞ്ഞു കൊടുക്കുന്ന ആളാണല്ലോ ഗുരു. ഗുരുവായ അങ്ങയുടെ കടാക്ഷത്താലും ഈശ്വരാനുഗ്രഹത്താലും ഞാൻ എന്തു ചെയ്യും? മായ ബാധിക്കുന്നതിൽ നിന്ന് ഞാനും നിവൃത്തനാവും. ഭഗവാൻ നിവൃത്തനാണോ സദാ, അതുപോലെ നമുക്കും അതിൽ നിന്ന് ക്രൊയേഷയൊക്കെ നിവർത്തനാവാൻ സാധിക്കും. ഭഗവാനെ പോലെ പറ്റില്ല, പക്ഷേ തനി പ്രാകൃതനെ പോലെ ആവില്ല. ചെറിയൊരു കാര്യത്തിന് വേണ്ടിയിട്ട് തല്ലുക, ചെറിയൊരു നഷ്ടത്തിന് വേണ്ടിയിട്ട് ചീത്ത പറയുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടാവുക. ഇതൊക്കെ ഈ ബന്ധങ്ങൾ, സംസാര ബന്ധം ഉണ്ടാവുമ്പോഴാണ് ഉണ്ടാവുക. ഇതൊക്കെ നിസ്സാരമാണെന്ന് കാണുന്നവൻ പോട്ടെ, എന്താ ചാവട്ടെ എന്നേ വിചാരിക്കില്ല. ആ ഒരു വ്യത്യാസമെങ്കിലും ഉണ്ടാവുമല്ലോ, തീർച്ചയായിട്ടും ഉണ്ടാവും. ആ വക മായയിൽ നിന്ന് ക്രമേണ കുറച്ച് അതിൽ നിന്ന് മാറുക. അത് ഗുരുവിൻ്റെ കടാക്ഷം കൊണ്ടും പിന്നെ അത് വർദ്ധിപ്പിച്ച് വലുതാക്കാം, അത്രയേ ഉള്ളൂ. എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ല, എന്തായാലും ഒരു മാറ്റം തീർച്ചയാണ്, ഉറപ്പിക്കാം. അർത്ഥാഭാവം വിനിശ്ചിത്യ പ്രതീതസ്യാപിനാത്മന, ആത്മാവിന് അർത്ഥാഭാവം, അർത്ഥമില്ലായ്മ, അഭാവം എന്നാണ് കേട്ടോ. അർത്ഥ അഭാവം, ഭാവമല്ല അഭാവം, അവിടെ ദീർഘമുണ്ട്. അർത്ഥ അഭാവം നിശ്ചിത്യ, അഭാവം. പ്രതീതസ്യാപി ആത്മന, അർത്ഥ അഭാവം, അർത്ഥമില്ലായ്മയെ വിശേഷേണ നിശ്ചയിച്ചിട്ട്, ശരിക്കും ആത്മാവിന് ഇതൊന്നും ഇല്ല എന്നാണ് എങ്കിലും ആ ഒരു തത്വം അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ഞാൻ ക്രമേണ ബോധത്തിലേക്കും ജ്ഞാനത്തിലേക്കും എത്തിക്കൊള്ളാം, മായയിൽ നിന്ന് വിട്ടു നിൽക്കാൻ ശ്രമിച്ചുകൊള്ളാം. യത് സേവയാ ഭഗവത കൂടത്തസ്യ മധുദിഷ രതി രാസോ ഭവേ തീവ്ര പാതയോർ വ്യസനാർദ്ദന. യത് സേവയാ, ഏതൊരു സേവ കൊണ്ട്, മധുദിഷ ഭഗവാൻ, മധുദിഷൻ മധുരിപു, മധുവിൻ്റെ ശത്രു. മധു പറഞ്ഞ ഒരു അസുരനാണ്, ആ അസുരനെ കൊന്നവനാണ് മധുരിപു. എന്നാൽ മധു എന്ന് പറഞ്ഞ ഭഗവാന്റെ പേരുമാണ് കേട്ടോ. മാധവോ മധു, വീരഹ മാധവോ മധു. സഹസ്രനാമത്തിൽ മധു എന്ന് ഭഗവാന്റെ പേരുണ്ട്. അസുരൻ്റെ പേര് ഭഗവാൻ ഉണ്ടാവാം, പാടില്ല എന്നർത്ഥമൊന്നുമില്ല. രണ്ടു കൂട്ടർക്കും കോമൺ ആയിട്ട് ഉണ്ടാവാമല്ലോ, ചില പേരൊക്കെ അങ്ങനെ കാണാം. മധുദിഷ എന്ന് പറഞ്ഞാൽ മധുവിൻ്റെ ശത്രു ഭഗവാൻ അസുരനെ സംഹരിച്ചു. മധു എന്ന അസുരനെ സംഹരിച്ചുകൊണ്ടും മധുദിഷ, മുരരിപു മധുരിപു കൂടത്തസ്യ, വികാരങ്ങളില്ലാത്തവനായ ഭഗവത, ഭഗവാന്റെ പാതയോ, പാദങ്ങളിൽ, വ്യസനാർദ്ദന, വ്യസനങ്ങളെ നശിപ്പിക്കുന്ന തീവ്ര ബലമായ രതിരാസ, പ്രേമോല്ലാസം ഭവിക്കും. ഭഗവാനെ സേവിക്കുക, നാമം ജപിക്കുക, ഈശ്വരകഥകൾ കേൾക്കുക, പറയുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് എന്തുണ്ടാവും? ഭഗവാനിൽ ഭക്തി വർദ്ധിക്കും. ആ ഭക്തി കൊണ്ട് നമുക്ക് മായയെ ക്രമേണ മാറ്റാം. അപ്പോൾ വേണ്ടത് എന്താ? ഈശ്വരകാര്യങ്ങൾ അനുഷ്ഠിക്കുക, കുറച്ച് സമയമൊക്കെ മനസ്സിനെ അതിൽ വ്യാപരിക്കുക. എന്തൊരു മടിയാണ് നമുക്കതിന്. നമുക്കെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെ സ്വഭാവം അങ്ങനെയാണ്. അത് മായയുടെ ശക്തിയാണ്. അതവിടെ ചിന്തിക്കണം. ഒരു കൃത്യമായ ഒരു സമയം അതിനു വേണ്ടി മാറ്റി വയ്ക്കുക. അത് കൃത്യസമയം ആവണം എന്ന് പറയണത് എന്താ വെച്ചാൽ, 7 മണി വെച്ചാൽ 7 മണി, വേറെന്ന് വെച്ചാൽ വേറെന്ന്, ആ സമയം വന്നാൽ മറ്റേതാണ് നിർത്താൻ നമുക്ക് സാധിക്കണം. ഏതായാലും ഇന്നിപ്പോൾ ഇത് കഴിഞ്ഞോട്ടെ എന്നിട്ടാവാം, അത് ചിന്തിക്കരുത്. അപ്പോൾ അവിടെ അടിമപ്പെട്ടു. വളരെ നിഷ്ഠ അതിലുണ്ടാവണം.
അപ്പോൾ ലോകമാണ്, ഒരാൾക്ക് വയ്യ ആസ്പത്രി കൊണ്ടുപോകണമെന്നൊക്കെ വെച്ചാൽ നിവൃത്തിയില്ല. ഒരാൾക്ക് വയ്യാതെ നമ്മൾ പോകേണ്ട സ്ഥലം പോകണം ഒക്കെ വേണം കേട്ടോ. അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞില്ല. പ്രപഞ്ചത്തിലത്തെ വ്യവഹാരിക നിലയും കൂടി നോക്കണം. അത്തരം പ്രശ്നങ്ങൾ ഒഴികെ എന്നർത്ഥം. ഭാര്യ അവിടെ ബോധം കെട്ട് വീണു, 7 മണിക്ക് നാമം ചൊല്ലിയിട്ട് അടങ്ങൂന്ന് വെക്കരുത്. നമ്മളെന്നെ ബോധം കെട്ടിച്ചാൽ ചെല്ലാൻ പറ്റുമോ? അപ്പോൾ അത്തരം ഒഴിച്ചുകൂടാത്ത സാഹചര്യങ്ങൾ ഒഴികെ എന്നർത്ഥം. അതുകൊണ്ട് ഒഴിച്ചു നിർത്തുക. നമ്മൾ ആ സമയനിഷ്ഠ പാലിക്കുന്നത് നല്ലതാണ്. പലരും പറയുന്നുണ്ട് സായിബാബയുടെ ഈ സാധനകൾ നമ്മൾ ഭക്തിയായാലും ധ്യാനമായാലും കൃത്യമായ സ്ഥലം, കൃത്യമായ സമയം, കൃത്യമായ രീതി അത് വയ്ക്കണം. ഇന്നതൊക്കെയാണോ ഞാൻ ചെല്ലാറെന്ന് ശരിക്കും എഴുതിയുണ്ടാക്കണം. ദിവസം കഴിഞ്ഞാൽ എഴുതേണ്ട ആവശ്യമില്ല. അത് കൃത്യമായിട്ടുള്ള സമയം അലാറം വെക്കണ പോലെ ചെയ്യണം. ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. അവിടെ വിളക്കോ ഈശ്വര കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഏറ്റവും നന്നായി. അപ്പോൾ മായ നമ്മളെ ബാധിക്കാതിരിക്കാൻ അതിൻ്റെ കൃത്യനിഷ്ഠ പാലിക്കുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ ഭക്തി വർദ്ധിച്ചാൽ എന്തുണ്ടെങ്കിലും അത് മാറ്റി വയ്ക്കാൻ നമുക്ക് സാധിക്കും. മനസ്സ് ഭഗവാനിലെത്തുമ്പോഴുള്ള ആ ഒരു അവസ്ഥയിലുള്ള മടി മായയിൽ മുങ്ങിയവർക്ക് നല്ലോണം ഉണ്ടാവും. കളയണം. ദുരാഭാഹ്യൽപതപസാ സേവാ വൈകുണ്ഠ പത്മസോ യത്രോപഗീയതേ നിത്യം ദേവദേവോ ജനാർദ്ദന. അന്വയം വരുമ്പോൾ വൈകുണ്ഠ പത്മസു, വൈകുണ്ഠപ്രാപ്തിക്ക്. അല്പതപസ, അല്പതാപസ, അല്പമായ തപസ്സോട് കൂടിയവന് പ്രയാസമാണ്. ആദ്യമൊക്കെ കുറച്ച് മതി, പിന്നെ അതിനെ വർദ്ധിപ്പിച്ച് കൂടുതൽ സമയം അതിൽ ചിലവാക്കിയാൽ തന്നെ വൈകുണ്ഠപ്രാപ്തി ഉണ്ടാവുള്ളൂ. അത് ഹി എന്നുള്ള വാക്ക് പ്രസിദ്ധമാണ്. ഒരാൾ മാത്രമൊന്നുമല്ല, എപ്പോഴും പറയുന്ന കാര്യമാണ്. നല്ല ദിവസം വേണം. ധ്രുവനടക്കം 6 മാസം വേണ്ടി വന്നു കുട്ടിയായിട്ട്. 6 മാസം എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസാണ്. അതിൻ്റെ ഇടയിൽ വേറൊരു ചിന്തയില്ല. വളരെ കാലം ദിവസം ചെയ്തവരുണ്ട്. പ്രചേതസ്തുകൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൂട്ടർ 1000 കാലം ദിവസം ചെയ്തു. 1000 കൊല്ലം എന്നാണ് പറയണത്. അതായാലും അത്ര ക്ഷിപ്രസാധ്യമല്ല. ക്ഷിപ്രസാധ്യമല്ല എന്ന് വിചാരിച്ചിട്ട് ചെയ്യാണ്ടിരിക്കരുത്. അവിടെയാണ് പ്രശ്നം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. MBBS പാസ് പറഞ്ഞാൽ ക്ഷിപ്രസാധ്യ, പിന്നെ എന്തിനാ അത് ചെയ്യണം? കഴിഞ്ഞാൽ ഗുണമുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പോൾ വിഷമുള്ള കാര്യങ്ങൾ ചെയ്യണ്ടെന്നർത്ഥമില്ല. ഒരു നാളികേരം അതിൻ്റെ മുകളിൽ കയറിയിട്ട് പൊളിച്ച് അത് അരച്ച് ഭക്ഷണത്തിലാക്കാൻ എന്തുമാത്രം പ്രയാസം ആലോചിച്ച് നോക്കും. അത് പൊളിക്കാൻ നല്ല പാടായി. തേങ്ങ പൊളിക്കാൻ മുതുകടച്ചിലുള്ളവർക്കും കാലുകടച്ചിലുള്ളവർക്കും സഹായിക്കില്ല. എന്നാലും നമ്മൾ വിട്ടാതെ ചെയ്യേണ്ടതായി. നമ്മൾ വിഷമമുള്ളത് ചെയ്യാത്തതവരല്ല. അതെ, ഒരു ലേശം സ്വാദിന് വേണ്ടിയിട്ടത്. അതില്ലെങ്കിലും കറി ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം ഇവിടെ. പക്ഷെ അതുണ്ടായാൽ ഉള്ള ലേശം ഒരു സ്വാദ് വ്യത്യാസം നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നു. അപ്പോൾ നമ്മൾ കഷ്ടപ്പെടാത്തവരാ? ചെറിയ നേട്ടങ്ങൾക്കും വലിയ നേട്ടങ്ങൾക്കും മനുഷ്യൻ ധാരാളം കഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഏറ്റവും വലിയ നേട്ടമായിട്ടുള്ള വൈകുണ്ഠപ്രാപ്തിക്ക് കഷ്ടപ്പെട്ടുകൂടാ? ഇവിടെ ചോദ്യം അതാണ്. ജനാർദ്ദന ദേവദേവ ഉപഗീയതേ. അപ്പോൾ ആ ഭഗവാൻ എപ്പോഴും ഗാനം ചെയ്യപ്പെടുന്നു. അല്പമായിട്ടുള്ള തപസ് കൊണ്ടൊന്നും അവിടേക്ക് എത്താൻ പറ്റില്ല. 7 ദിവസം ഇരുന്ന് കേൾക്കുക എന്ന് പറഞ്ഞാൽ തന്നെ സാമാന്യം ബുദ്ധിമുട്ടാണ് ആദ്യഘട്ടത്തിലുള്ളവർക്ക്. ശീലമായി അങ്ങനെ നടക്കണമെന്നേ ഉള്ളൂ. അത് ശരിക്കും ആദ്യം മുതൽ അവസാനം വരെ അവിടെ ഇരുന്ന് കേൾക്കുക, ഇടവേളകളിൽ മാത്രം എണീക്കുക എന്നൊക്കെ പറയണത് ഇപ്പം ആരും ചെയ്യണില്ല. ആചാര്യന്മാരടക്കം വായിക്കണ സമയത്ത് നീട്ടുപോയി റൂമിലിരിക്കും. ചിലർ കിടന്നുറങ്ങും. അവിടെ ഇരുന്ന് അത് കേൾക്കുക. അവിടെ ചമ്രം പടിഞ്ഞിരിക്കണതിന് ശാരീരികമായിട്ട് വിഷമമുണ്ടെങ്കിൽ അവിടെ അടുത്തൊരു ചെയറിട്ടിരിക്കുകയൊക്കെ ചെയ്യാം. എന്നാലും കേട്ടൂടെ? പറയൽ കഴിഞ്ഞു, വായിക്കുകയാണ് ഇനി കേട്ടോ, താഴത്തേക്ക് അവിടെ ഇറങ്ങിയിരിക്കുക. അപ്പോൾ കാലിന് ആയാസവും കേൾക്കും ചെയ്യാം. എന്നാലും അത് കേൾക്കണം. അത് വിടൽ പാടില്ല എന്നാണ്. ആ പരിസരത്ത് ഉണ്ടാവണം. അവിടെ തന്നെ ഇരിക്കണം എന്നാണ് ശരിക്കും പറയാം. മുമ്പേ കരുതിയത് പറ്റാണ്ടായി. അപ്പോൾ
അല്പതപസ്സല്ല എന്ന് പറഞ്ഞ് വരികയാണ്. 7 ദിവസത്തെ തപസ് ഭാഗവത 7 ദിവസം കേട്ടാൽ തന്നെ അത് കുറച്ച് അല്പതപസ്സല്ല, നല്ല തപസ്സാണ്. അതാണ് അവർക്ക് അല്ലാത്തവർക്ക് അല്പതപസ്സുള്ളവർക്ക് പ്രയാസമാണ്. ദുരാപ ഹ്യല്പതപസ, ദുരാപ കിട്ടാൻ പ്രയാസം. ആർക്ക്? തപസ് കുറഞ്ഞവർക്ക്. ചെറിയ കാര്യം കൊണ്ട് കിട്ടില്ല. സേവ വൈകുണ്ഠ വർണ്ണത്. എന്താ ഈ വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ? അവിടെ ആ ലോകത്ത് നമ്മൾ വിമാനത്തിൽ കയറി എത്തുക എന്നത് കഥാരീതിയിൽ പറയുമ്പോൾ ശരിയാണോ? അല്ലാത്ത ഒരർത്ഥം ഉണ്ട്. അതിന് ഏതൊക്കെ ഉണ്ടാവുമോ എന്നൊരാൾ ചിന്തിക്കുകയാണെങ്കിൽ അയാൾക്ക് എടുക്കാൻ പറ്റിയ ഒരർത്ഥം പറയാറുണ്ട്. വിഗത കുണ്ഠത എത്ര തത്ര വൈകുണ്ഠം. ഏത് മനസ്സാണ് കുണ്ഠത ഇല്ലാത്തത് അവിടെയാണ് വൈകുണ്ഠം. അങ്ങനെ എടുക്കാമല്ലോ. വിഷമമോ ദുഃഖമോ വിഷാദമോ മറ്റ് വികാരങ്ങളോ പ്രതികാരബുദ്ധിയോ ഒന്നുമില്ലാത്ത ശാന്ത മനസ്സ് എവിടെയുണ്ടോ അവിടെ വൈകുണ്ഠം. ആ സ്ഥിതി തീർച്ചയായിട്ടും ആധ്യാത്മിക സാധന കൊണ്ട് കിട്ടും. വേറെ എന്തൊക്കെ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഇരിക്കട്ടെ, ഇത് ഉറപ്പാണ്. അപ്പോൾ ആ വൈകുണ്ഠ പ്രാപ്തിക്ക് കുറച്ച് മെനക്കെടണം എന്ന് പറയുകയാണ്. അല്ലാണ്ട് പറ്റില്ല. സൃഷ്ടാഗ്രേമകഥാദീനി സവികാരണ്യനുക്രമാൻ തേഭ്യോ വിരാജമുദ്ധൃത്യ തമനു പ്രാവിശത് വിഭു. അഗ്രേ ആദിയിൽ വിഭു ഭഗവാൻ സ വികാരാണി വികാരങ്ങളോടുകൂടി മഹാദാദീനി എന്ന് പറഞ്ഞാൽ മഹത്തത്വാദി തത്വങ്ങളെ അനുക്രമാത് ക്രമപ്രകാരം സൃഷ്ടിച്ചിട്ട്. ഇങ്ങനെ ക്രമപ്രകാരം മഹത്തത്വം, അത് കഴിഞ്ഞാൽ രണ്ടാമത് അഹങ്കാരം, അത് 3ആയിട്ട് പിരിഞ്ഞു. സാത്വികൻ രാജസം താമസം, അത് മനസ്സ്, പിന്നെ ഇന്ദ്രിയങ്ങൾ, അങ്ങനെ ഓരോന്നും ക്രമം. അവിടെ അനുക്രമാം ക്രമമായി സൃഷ്ടിച്ചിട്ട് തേഭ്യ അവയിൽ നിന്ന് വിരാജം വിരാട്ടിനെ ഉദ്ഭവിപ്പിച്ചിട്ട് തം അനുപ്രാപിശത് അതിനെ അനുപ്രവേശിച്ചു. ഒരു ശ്ലോകത്തിൽ ഇതിനു മുമ്പേ സൃഷ്ടിയെ പറ്റി പറഞ്ഞ കാര്യം ഒറ്റ ശ്ലോകത്തിൽ ഒതുക്കിയതാണ്. 5-ാമത്തെ അധ്യായത്തിൽ മൈത്രേയമഹർഷി സൃഷ്ടി ആരംഭിക്കും എല്ലാം പറഞ്ഞു. കണ്ണ മൂക്ക തൊക്ക നാക്ക് മുതലായുടെ അധിഷ്ഠാനം, അതായത് അവയവം, ഇന്ദ്രിയം പ്രവർത്തനാത്മകത, ദേവത, കണ്ണിൻ്റെ സൂര്യൻ എക്സിട്ര എന്ന് പറയാം. അപ്പോൾ അവരാണ് എന്തിവിടെ പറഞ്ഞത്? സൃഷ്ടിക്കുക. മഹതാദികളായ തത്വങ്ങളെ സൃഷ്ടിച്ചിട്ട് അവയിൽ പ്രവേശിച്ചു ഭഗവാൻ. ദേവതകൾ സ്തുതിച്ചു എന്ന് പറയുണ്ടായി. സ്തുതിച്ചിട്ട് അതിൽ പ്രവേശിച്ചപ്പോഴോ പ്രപഞ്ചം ചലനാത്മകമായി. സൂര്യനുദിച്ചു, ഭൂമി തിരിഞ്ഞു, രാപ്പകലുണ്ടായി, മഴ പെയ്തു, പുഷ്പങ്ങളുണ്ടായി, പ്രകാരം പ്രപഞ്ചം ഉണ്ടായി. ഉദ്ഭവിപ്പിച്ചിട്ട് ഭഗവാൻ തന്നെയാണ് ഇത് നടത്തുന്നത്. കറണ്ട് എപ്രകാരം ഒരു യന്ത്രം പ്രവർത്തിപ്പിക്കുന്നു, കറണ്ടാണ് പോയാൽ ആ യന്ത്രം എത്ര കേടില്ലാത്തതായിട്ടും കാര്യമില്ല. എന്തിപ്പോൾ വാങ്ങിയതാണ്, ഒരു കംപ്ലൈൻറ്റും ഇല്ല, പുത്തൻ മെഷീനാണ് പറഞ്ഞിട്ട് കാര്യമില്ല. കറണ്ട് വേണം. കറണ്ട് കൊണ്ട് പ്രവർത്തിക്കുന്നതാണെങ്കിൽ കറണ്ടാണ് പോയാൽ അതുണ്ടാവുമോ? അത് ഉള്ളതും ഇല്ലാത്തതും ബലവപ്പാ അല്ലേ? ഇതേപോലെ ഈ പ്രപഞ്ചത്തെ മുഴുവനും പ്രവർത്തിപ്പിക്കുന്നത് ഈശ്വരനാണ്. അതിലെല്ലാം പ്രവേശിച്ച് പ്രവർത്തിപ്പിക്കുന്നു. യമാഹുരാദ്യം പുരുഷം സഹസ്രാംഗ്യൂര് ബാഹുകം എത്ര വിശ്വ ഇമേ ലോകാസ വികാസം സമാസതേ. അപ്പോൾ ഈ രൂപം ഇല്ലാത്തതായിട്ടുള്ള ഭഗവാൻ ഒരു ഘട്ടത്തിൽ രൂപം എന്ന് പറഞ്ഞിട്ടൊന്നും ഇല്ലാത്രേ. സത്യത്തിലില്ല. പിന്നെയാണ് 4 കൈയാണെങ്കിലും ശംഖചക്രാദിയാണെങ്കിലും ദേവിയോ അയ്യപ്പനൊക്കെ പിന്നെ ഉണ്ടായ രൂപങ്ങളാണ്. ആദ്യത്തെ ഭഗവാൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കയ്യും ഇല്ല, കാലും ഇല്ല, യാതൊന്നുമില്ല, ഒരു ശക്തി. കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ നിർവചിക്കാൻ പറ്റില്ല നമുക്ക്. അത് ശക്തിയാണെന്നാൽ അത് എവിടെയൊക്കെ അപ്പം ഉണ്ട്, നമ്മുടെ മുമ്പിൽ അടക്കമുണ്ട് ഇല്ലേ? അതുപോലത്തെ ഒരു ശക്തിയാണ് ഈശ്വരൻ. പക്ഷെ അങ്ങനെ ആകുമ്പോൾ അതിന് ചലനം ഉണ്ടാവില്ല. കൊണ്ട് എന്ത് ചെയ്തു? കൈകാലുകളെ സ്വീകരിച്ചു, ശരീരത്തെ സ്വീകരിച്ചു. എങ്ങനത്തെ കൈകൾ? സഹസ്രാംഗ്രി ഊരു ബാഹുകം. ഊരു എന്ന് പറഞ്ഞാൽ തൊട, ബാഹു എന്ന് പറഞ്ഞാൽ കയ്യ്. 1000 കയ്യ് 1000 തൊട ഇപ്രകാരമുള്ള
ശരീരത്തെയാണ് സ്വീകരിച്ചത്. ഓ 4 കൈയെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് വിശ്വസിക്കാൻ പ്രയാസം. അതാണ് പുരുഷ സൂക്തം തുടങ്ങുന്നത്. സഹസ്ര ശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാത് സ ഭൂമിം വിശ്വതോ വൃത്ത അത്യതിഷ്ഠൽ ദശാങ്കുലം. ഈ 14 ലോകത്തെയും കവിഞ്ഞ് ഭഗവാൻ നിൽക്കുന്നു. ഇതിൽ കൊള്ളണതല്ല ഈശ്വരൻ. 1000 കൈകളും 1000 കാലുകളോടും കൂടിയ രൂപത്തെ സ്വീകരിച്ചു. ഇതാണ് ഭഗവാന്റെ പുരുഷാവതാരം എന്ന് പറയുന്നത്. അത് അവതാരങ്ങളെ പറ്റി പറയുമ്പോൾ ആദ്യം പറഞ്ഞു, യസ്മിൻ ദശവിധ പ്രാണസേന്ദ്രിയാർത്ഥേന്ദ്രിയത്രിവൃത്ത് ത്വയേരിത യഥോ വർണ്ണ ത്വദ്വിഭൂതിർവധസ്വന. യസ്മിൻ യാതൊരുവനിൽ ദശവിധ പ്രാണ 10 വിധമാകുന്ന പ്രാണനും സേന്ദ്രിയാർത്ഥേ ഇന്ദ്രിയ വിഷയങ്ങളോടും ഇന്ദ്രിയങ്ങളോടും കൂടിയ ത്രിഗുണാത്മകമായ സകലവും ത്വയാ അങ്ങയാൽ ഈരിത പറയപ്പെട്ടു. മൈത്രേയ മഹർഷിയോട് വിതുരൻ പറയണതാണ്. അങ്ങ് പറഞ്ഞു ഇതൊക്കെ. യഥാ യാതൊന്നിൽ നിന്ന് വർണ്ണാഭരണങ്ങളുണ്ടായതും പറഞ്ഞു. ചാതുർവർണ്ണ്യം തത് വിഭൂതി ആ വിരാട്ടിൻ്റെ വിഭൂതികളെ പറഞ്ഞാലും ഈ അധ്യായത്തിൽ വിരാട് വിഭൂതി എന്ന വിഷയമാണ് പ്രതിപാദിക്കുന്നത്. ആ വിരാട്ടിൻ്റെ വിസ്തരിച്ചിട്ടുള്ള പ്രതിപാദനം എന്ന് പറയാം. നേരത്തെ ഒന്നങ്ങനെ അവലോകനായിട്ട് പറഞ്ഞു, ഞാൻ അതിനൊന്ന് വിസ്തരിക്കണം എന്നിവിടെ വിതുരൻ ചോദിക്കുകയാണ്. ദശവിധ പ്രാണ 10 പ്രാണന്മാരുണ്ട്. 5 പ്രധാനം: പ്രാണൻ, അപാനൻ, ഉദാനൻ, സമാനൻ, വ്യാനൻ അല്ലെങ്കിൽ പൂർണ്ണൻ. ഇത് 5. പിന്നെ കൃമീകൻ, കൃകലൻ, ദേവദത്തൻ, ധനഞ്ജയൻ, ഇതൊന്നും കൂടി ഉണ്ട്. അത് 10 ഉപപ്രാണന്മാർ എന്നാണ് പറയുക. കൃമീകൻ, കൃകലൻ, ദേവദത്തൻ, ധനഞ്ജയൻ, അങ്ങനെ 5 ഉപപ്രാണന്മാർ കൂടിയതിനാണ് മൊത്തം 10 പ്രാണന്മാർ എന്ന് പറയുന്നത്. അതും ശബ്ദാദി വിഷയങ്ങൾ: ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. 10 വിഷയങ്ങൾ എന്ന് പറയാൻ ത്രിഗുണാത്മകമായിട്ടുണ്ട്: സാത്വികൻ, രാജസം, താമസം. ബ്രാഹ്മണാദി 4 വർണ്ണങ്ങളും. ശബ്ദസ്പർശാദി എന്ന് പറഞ്ഞാൽ അതിനെ അറിയാനുള്ള ഇന്ദ്രിയങ്ങളും എല്ലാം കൂടിയിട്ടും 5 ശബ്ദസ്പർശരൂപരത്ത ഗന്ധങ്ങൾ സാധാരണ. ദശവിധ പ്രാണാസേന്ദ്രിയ അർത്ഥേന്ദ്രിയ തീർത്ത് ത്രയേരിതോ യഥാ വർണ്ണാത്വിഭൂതിർവധസ്വന. എത്ര പുത്രേശ്ച പൗത്രേശ്ച നത്രിഭിസ്തക ഗോത്രജൈ പ്രജാവിചിത്രാഗതയാ ആസന്യാഭിരിതം തതം. പറയണ എത്ര യാതൊന്നിൽ പുത്രൈശ പുത്രന്മാരോടും പൗത്രന്മാരോടും നത്രിഭി പൗത്രപുത്രന്മാരോടും. പൗത്രൻ്റെ പുത്രനാണ് ഈ നതൃ എന്ന് പറയുക സംസ്കൃതത്തിൽ. പൗത്രൻ്റെ പുത്രൻ, നമ്മുടെ മകൻ്റെ മകൻ എന്നുള്ളതാണ് പൗത്രൻ. അവൻ്റെ മകനാണ് എന്തോരം ഒറ്റ വാക്കിൽ തൃപ്തി. അത്രിഭി, അപ്പ് ത്രിഭി എന്ന് പറയണത്. മകൻ്റെ മകൻ്റെ മകൻ ഇത്രയും നീട്ടാതെ പറയാനുള്ളൊരു വാക്കാണ് നത്രിഭി എന്ന് പറഞ്ഞാൽ എന്താണ്? മകൻ്റെ മകൻ്റെ മകൻ, മകൻ്റെ മകൻ്റെ മകൻ. എന്തായാലും അവരെല്ലാവരും കൂടി ഗോത്രജയ് സഹ വംശത്തിൽ ജനിച്ചവരെല്ലാം വിചിത്രാകൃതയ നാനാവിധ ആകൃതികളോട് കൂടിയ പ്രജകൾ ഉണ്ടായി. യാഭി യാതൊരുവരാൽ ഈ ലോകം വ്യാപിക്കപ്പെട്ടു. കൃഷ്ണൻ ഉണ്ടായി. ആ കൃഷ്ണന് മക്കള് പ്രദ്യുമ്നൻ, ആ പൗത്രനാണ് അനിരുദ്ധൻ. അങ്ങനെ ഉണ്ടായില്ലോ 16,108 10 പുത്രന്മാർ. അവർക്കൊക്കെ പുത്രന്മാർ, അവർക്കൊക്കെ വീണ്ടും പുത്രന്മാർ എന്ന ക്രമത്തിൽ ശ്രീകൃഷ്ണാവതാരത്തിൽ വനപതി സൃഷ്ടി ഉണ്ടായി. ഇവിടെ ഒക്കെ ഭഗവാന്റെ പുത്രപൗത്രാദികളാണ്. അപ്പം ആ ഈശ്വരൻ്റെ പുത്രന്മാരിലെ പുത്രൻ ആ വംശത്തിൽ ജനിച്ചവർ എന്ന വിധം അനവധി പ്രജകൾ ഈ ലോകത്തിൽ ഉണ്ടായി. അനവധി പ്രജകളുടെ ജനന മരണങ്ങൾക്ക് ഈ ലോകം സാക്ഷിയായിട്ടുണ്ടല്ലോ. അങ്ങനെ ലോകം നിറഞ്ഞു. അതിനെ വിസ്തരിക്കണം. പ്രജാപതീനാൻ സപതിച്ചകളുവേക്കാം പ്രജാപതീൻ സർഗാൻ ചെയ്വാൻ സർഗാം ച മനൂൻ മന്വന്തരാധിപാൻ. പിന്നെ എന്തൊക്കെയാണ് പറയേണ്ടത്? പ്രജാപതീനാം പതി, പ്രജാപതികളുടെ പതിയായിട്ടുള്ള ഭഗവാൻ.
പ്രജകളുടെ പതിയാണ് പ്രജാപതി. അപ്പോൾ പ്രജാപതിക്കൊരു ഈശനുണ്ട്, അത് ഈശ്വരൻ. കാൻ പ്രജാപതീൻ, എല്ലാ പ്രജാപതികളെ കൽപ്പിച്ചു. ഏതെല്ലാം പ്രജാപതികളെ സൃഷ്ടിച്ചു? സർഗാൻ, സർഗത്തെയും, അനുസർഗാൻ, അനുസർഗത്തെയും, മനൂൻ, മനുക്കളെയും, മന്നതിരാധിപാൻ, മന്നതിരങ്ങളുടെ നാഥന്മാരെ പറയണം. ഇപ്പോഴത് അങ്ങോട്ട് പറയേണ്ടത് എന്തൊക്കെയാണെന്നാണ് പറയണത്. പ്രജാപതികൾ അവരുടെ നാഥനായിട്ടുള്ള ഭഗവാന്റെ മഹത്വം പറയണം. പ്രജാപതികളെക്കുറിച്ചും പറയണം. സൃഷ്ടി പറയണം. പിന്നെ എന്ത് പറയണം? അനുസർഗം, വിസർഗം. ഈ ഭഗവാൻ സൃഷ്ടിച്ചതാണ് സൃഷ്ടി, ബ്രഹ്മാവ് മുതലായിട്ടുള്ളൊരു ശിവൻ. അപ്പോൾ വിസർഗം എന്ന് പറഞ്ഞാലോ, അത് ബ്രഹ്മാവ് സൃഷ്ടിച്ചത്. സൃഷ്ടിയുടെ വർദ്ധനവ് എന്നർത്ഥം. വംശവർദ്ധനവിനെ അനുസർഗം, സർഗാംശേവ അനുസർഗാംശ. സൃഷ്ടി ഭഗവാന്റെ സൃഷ്ടി, അതിൽ കൂടെയുള്ള വർദ്ധനവ് എന്തോ അത് അനുസർഗം അല്ലെങ്കിൽ വിസർഗം. 4-ാമത്തെ സ്കന്ധത്തിൽ വിസർഗമാണ്, അതും പറയണം. മനൂൻ മന്നന്തരാധിപാൻ. അപ്പോൾ നമുക്ക് ഈ സർഗം സൃഷ്ടി, അതിൽ കൂടെയുള്ള വർദ്ധനവ്, ഈ സൃഷ്ടി പറയുമ്പോൾ ഒരു ഉത്തരം നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മളൊക്കെ ചോദിക്കാറുണ്ട്, മാവോ ഉണ്ടാവുക, മാവിൻ്റെ വിത്തോ ആദ്യം ഉണ്ടായത്, തെങ്ങോ ഉണ്ടായത്, തേങ്ങ ഉണ്ടായത്? ഉത്തരമുണ്ട്. എന്താ ഉത്തരം? മാവന്നെ, ഒരു സംശയവും വേണ്ട. ആദ്യം ഉണ്ടായത് വംശമാണ്, എന്നിട്ടാണ് വംശവർദ്ധനവ് ഉണ്ടാവുക. വംശമില്ലാണ്ട് വംശവർദ്ധനവ് ഉണ്ടാവുമോ? ഒരു ചോദ്യം. ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം ഉണ്ടായത് ഏതാവണം? വംശം. പിന്നെ ഉണ്ടായത് ഏതാണ്? വംശവർദ്ധനവ്. സർഗം ആദ്യം ഉണ്ടായി, സൃഷ്ടിയുടെ മാവ് ആദ്യം ഉണ്ടായി, പിന്നെ അതിന് വംശം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് അതിൽ വിത്തുണ്ടായി. മാവിൻ്റെ അണ്ടി നമ്മൾ പറയുന്ന അത്, അതിൽ നിന്ന് വീണ്ടും മാവുകൾ ഉണ്ടാവുന്നു. ആദ്യം ഉണ്ടാവുന്നത് മാവ് തന്നെയാണ്, വംശമൊന്നും വേണ്ട. അവിടെ സർഗം ആദ്യം ഉണ്ടാവണു, പിന്നെ അനുസർഗം, അതിൻ്റെ വർദ്ധനവ് ഉണ്ടാവുന്നു എന്നിതിൽ പറഞ്ഞതുകൊണ്ട് ആ ഒരു ചോദ്യത്തിന് നമുക്ക് ഉത്തരമായി ഭാഗവതം പഠിച്ചുകൊണ്ട്. അതെങ്കിലും ആവട്ടെ. ഏതേഷാമഭി വംശാംച വംശാനുചരിതാനി ച. ഈ വംശങ്ങളും വംശങ്ങളുടെ അനുചരിതവും ഉപരി അധശ്ച ഏ ലോക ഭൂമേ മിത്ര ആത്മജാസതേ. ഇവരുടെയും വംശങ്ങളുടെയും വംശാനുചരിതങ്ങൾ, ചരിതാനി വംശങ്ങളുടെ ചരിതങ്ങളെയും, അല്ലയോ മിത്രാത്മജ, വിളിക്കണം. മൈത്രേമേഷ്ട സംബോധന പറയണം. ഏതേഷാമഭി വംശാംശ്ച വംശാനുചരിതാനി ച ഉപരിരതശ്ച ഏ ലോക ഭൂമേർ മിത്രാത്മജാസതേ. മിത്രാത്മജ സംബോധന. സൂര്യപുത്രനാണ് മൈത്രേയർ. തേഷാം സംസ്ഥാം പ്രമാണം ച ഭൂർലോകസ്യ വർണ്ണയ. ഭൂമിയുടെ ഘടന വർണ്ണിക്കണം. പഞ്ചമസ്കന്ധത്തിൽ എത്ര ഗോളങ്ങൾ, എത്ര ഉപഗ്രഹങ്ങൾ, ഗ്രഹങ്ങൾ, ഇതിനെ പറയുന്നതാണ് ഭൂഗോള വർണ്ണന. 6 ദ്വീപുകൾ, 7 ദ്വീപുകൾ, 9 ഖണ്ഡങ്ങൾ, സമുദ്രങ്ങൾ, ഇതൊക്കെ പറയണം. തിര്യങ് മാനുഷ ദേവാനാം തരീതൃപ പദത്രിണാം. മനുഷ്യന്മാർ, ദേവന്മാർ, മനുഷ്യരിലും താഴ്ന്ന തിര്യക്കുകൾ, പക്ഷിമൃഗാദികൾ, അതാണ് തിര്യക്കുകൾ. ഒറ്റ വാക്കിൽ പറയുക, അവയെ പറയണം. സരീസൃപ പദത്രിണാം. പദത്രി പക്ഷി, സരീസൃപ ഏഴജീവികൾ, ഉരകങ്ങൾ, പക്ഷികൾ, മനുഷ്യന്മാർ, ദേവന്മാർ, ഇവരെക്കുറിച്ചുള്ള സൃഷ്ടികളും അങ്ങ് പറഞ്ഞു തരയണമേ. വദന സർഗസംവ്യൂഹം ഗാർഭസ്വേദത്തിജോദ്ഭിതാം. ഏതൊക്കെ തരത്തിലുള്ള സൃഷ്ടികളാണെന്ന് ഇവിടെ ചുരുക്കി പറഞ്ഞിരിക്കുകയാണ്. ഒന്ന്, ഗർഭത്തിലുണ്ടായിട്ട് പ്രസവിക്കുന്ന ഒരു ഗാർഭ. സ്വേദജ, വേർപ്പിൽ നിന്നുണ്ടാവണത് അത്രേ. രോഗാണുക്കളെ പോലുള്ളത്, പേന്, ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഉണ്ടാവുന്നതാണ് വേർപ്പ്. അതുണ്ടാവുന്നതാണെന്നാണ് പറയുന്നത്. അതാണ് സ്വേദജം. ഉദ്ഭിജം, മുളച്ചുണ്ടാവണ പുല്ല്. മുളച്ചിട്ടാണ് ഉണ്ടാവുക ഭൂമിയിൽ, അത് പ്രസവിച്ചിട്ടല്ലല്ലോ പുല്ലുണ്ടാവണത്. ഉദ്ഭിജം. പിന്നെ ഒന്നും കൂടി ഉള്ളത് അണ്ടജം. ഇതിൽ പറഞ്ഞിട്ടില്ല. മുട്ടയിൽ നിന്ന് വിരിയ, മുട്ടയിട്ട് വിരിയ. സരീസൃപ ഏഴജീവികൾ,
പതത്രിണാം പക്ഷികൾ, അത് പുറത്തത്തിൽ പറഞ്ഞതാണ്. ഈ പറഞ്ഞതിൽ ഇതൊക്കെ വരും. ഗർഭത്തിലുണ്ടാവുണ്ട്, സ്വേദജ വേർപ്പിൽ നിന്നുണ്ടാവുണ്ട്, ഉദ്ദിജ മുളച്ചുണ്ടാവുന്നത്, പിന്നെ അണ്ടങ്ങളിൽ നിന്ന് ഉണ്ടാവണം. 4 തരമാണ്. അങ്ങനെ നോക്കുമ്പോൾ സൃഷ്ടി പലതരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ദശവിധമായിട്ടാണ് ഇനി ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഇവിടെ 10 വിധത്തിൽ. ഇവിടെ ഇപ്പോൾ 4 ആക്കിയിട്ട് ഭാഗിച്ചു. പ്രസവിച്ചുണ്ടാവുന്നവ, സസ്തനികൾ എന്നൊക്കെ നമ്മൾ പറയണത്. ക്ഷേതജം വിയർപ്പിൽ നിന്നുണ്ടാവും, ഉദ്ഭിജം മുളച്ചുണ്ടാകുന്നത്, പിന്നെ അണ്ടജം മുട്ടയിട്ട് വിരിഞ്ഞുണ്ടാവുന്നവ. ഇവിടെ പറഞ്ഞിട്ടില്ല. ഈ 4 എണ്ണമാണ് ഉള്ളത്. അതിനെ പറഞ്ഞു തരയണമേ. ഗുണാവതാരേർ വിശ്വസ്യ സർഗത്തിത്യപ്യാശ്രയം ശ്രീത ശ്രീനിവാസത്യ വ്യാചക്ഷോദാര വിക്രമ. പിന്നെ പറയണു ലോകങ്ങൾ, അവയുടെ സ്ഥിതിഭേദങ്ങൾ, ഭൂലോക വിസ്താരം എന്നിവയെ പറയണം. ഒക്കെയാണ് ഇവിടുന്ന് അങ്ങോട്ട് പറയാൻ പോണത്. ഭഗവാന്റെ സൃഷ്ടിയെക്കുറിച്ചുള്ള എല്ലാവിധ കാര്യങ്ങളും അങ്ങ് ഞങ്ങളോട് പറഞ്ഞു തരണം, എനിക്ക് പറഞ്ഞു തരണം. മഹാവിഷ്ണുവിൻ്റെ മഹാപരാക്രമങ്ങളെ വിസ്തരിച്ച് ഇവിടുന്ന് അങ്ങോട്ട് പറയാൻ പോകുന്നതൊക്കെ ചുരുക്കി ചോദിച്ചു. ഈ ചോദ്യത്തിൽ കുറേ ചോദ്യങ്ങളാണ് കേട്ടോ. ഇനി ഉത്തരമൊക്കെ അടുത്ത അധ്യായത്തിലാണ്. ശ്രീനിവാസസ്യ ഭഗവാന്റെ ആ സൃഷ്ടിയാദി വ്യാപാരങ്ങളെല്ലാം വർണ്ണിക്കണമേ. ഞാൻ എൻ്റെ ഉത്തരം പറഞ്ഞു കൊടുക്കുകയാണ്. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ കരോതി യത്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.